വിനയമാണ് വിജയത്തിന്റെ ആധാരമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. മംഗലാപുരം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് പരിസമാപ്തിയായി. ജീവിതം ഒരു നദീപ്രവാഹം പോലെയാണ്. ഉയർച്ച താഴ്ചകളുണ്ടാവും. അതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ച് സമർപ്പണഭാവത്തോടെ മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് അമ്മ പറഞ്ഞു. പ്രേമത്തിൽ ജനിച്ച് പ്രേമത്തിൽ ജീവിച്ച് പ്രേമത്തിൽ അവസാനിക്കാനാണ് മനുഷ്യൻ. അത്ര പരിശുദ്ധ പ്രേമത്തിന് അന്ത്യമില്ലെന്നുള്ളതാണ് സത്യം. അത് ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും പരസ്പരം ബന്ധിച്ച സ്നേഹമാണ്. മനുഷ്യായാലും മൃഗമായാലും അമ്മയെ കുഞ്ഞിനോടും കുഞ്ഞിനെ അമ്മയോടും ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് നമ്മൾ ഉണർത്തെടുക്കേണ്ടത്. ജീവിതകാലം മുഴുവൻ ഈ പ്രേമം തേടി അത് കിട്ടാൻ മരിക്കുന്നു. സത്യത്തെ ഏറ്റവും അടുത്തറിയുന്നതും പരിചയമുള്ള ഭാവം സ്നേഹമാണ്. അത് നമ്മുടെ സ്വരൂപമാണ്. സ്വരൂപം എന്ന ഒരിക്കലും മാറ്റമില്ലാത്ത തൽക്കാലമായി മറവിൽ സംഭവിക്കാം, പക്ഷെ നശിപ്പിക്കാൻ സാധിക്കില്ല. വിനയമാണ് വിജയത്തിന്റെ ആധാരം. വിത്ത് മണ്ണിനടിയിൽ പോകുമ്പോൾ മാത്രമേ ഫലവൃക്ഷമാവുകയുള്ളൂ. വിനയമുള്ളിടത്തെ വിജയമുണ്ടാവുകയുള്ളൂ എന്നും അമ്മ പറഞ്ഞു. രാവിലെ 11 മണിയോടെ യജ്ഞവേദിയിലെത്തിയ അമ്മയെ വിശിഷ്ട വ്യക്തികൾ ഹാരാർപ്പണം ചെയ്തു. ചിന്മയ മിഷൻ മംഗലാപുരം മഠാധിപതി സ്വാമി ഗഹനാനന്ദ, ഇസ്കോൺ മഠാധിപതി പ്രഭു ഗുണാകരദാസ്, സുള്ളിയ MLA ഭാഗീരഥി മുരുല്യ, മൂടബിദ്രി MLA ഉമാനാഥ് കോട്ടിയാൻ, മുൻമന്ത്രി നാഗരാജ് ഷെട്ടി, ബി രവീന്ദ്ര ഷെട്ടി, ഇന്ദുമതി മല്യ, AC കുന്ദർ, സാധു സാലിയൻ, VL റെഗു, ആത്മാറാം രേവങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജന, ധ്യാനം എന്നിവയും നടന്നു. എല്ലാവർക്കും അമ്മ ദർശനം നൽകി. 2 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും നടന്നു. അമലഭാരതം പദ്ധതിയുടെ ഭാഗമായി യജ്ഞവേദിയും പരിസരവും ശുചിയാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.